ഡൊണാൾഡ് ട്രംപിനെ ഒന്ന് നിരീക്ഷിച്ചു നോക്കൂ. ഒരു 2ാം ക്ലാസ്സുകാരൻ്റെ ലോകവീക്ഷണത്തോടെയാണ് സംസാരിക്കുന്നത്. കമ്മി മോശം, തീരുവ നല്ലത്, മിസൈലുകൾ മോശം, വെടിനിർത്തൽ നല്ലത്. ഒരു 6 വയസ്സുകാരൻ്റെ പക്വത മാത്രമുള്ള വീക്ഷണങ്ങൾ, വിലയിരുത്തലുകൾ. പക്ഷേ US പ്രസിഡന്റിന് കുറച്ചുകൂടി പക്വതയും പാകതയും വേണ്ടതല്ലേ? കഴിഞ്ഞ വെള്ളിയാഴ്ച ട്രംപ് ചെയ്തത് എന്താണ്? പെട്ടെന്നൊരു ഞെട്ടിപ്പിക്കുന്ന പ്രഖ്യാപനം നടത്തി. 2 ആണവ അന്തർവാഹിനികൾ ഉചിതമായ പ്രദേശത്തേക്ക്, അതായത് റഷ്യയ്ക്ക് സമീപത്തേക്ക് നീങ്ങുകയാണ്. എന്തിനാണ് ആണവ അന്തർവാഹിനി മുന്നോട്ട് നീക്കിയത്? വളരെ ലളിതം. റഷ്യയുടെ മുൻ പ്രസിഡന്റ് ദിമിട്രി മെദ്വദേവിൻ്റെ ഭീഷണി അദ്ദേഹത്തെ ചൊടിപ്പിച്ചത്രേ. മാത്രമല്ല, ഓഗസ്റ്റ് 8-നകം യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ട്രംപ് റഷ്യയോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. പക്ഷേ മെദ്വദേവ് തിരിച്ചടിച്ചു. അന്ത്യശാസനങ്ങൾ യുദ്ധത്തിലേക്കാണ് നയിക്കുകയെന്നാണ് പറഞ്ഞത്. ട്രംപിനത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ആണവ അന്തർവാഹിനികൾ റഷ്യയ്ക്ക് നേരെ നീക്കി. പക്ഷേ ഈ പ്രഖ്യാപനം അത്ര ലളിതമല്ല. ഏത് അന്തർവാഹിനികൾ എവിടേക്ക് ഒന്നും വ്യക്തമല്ല. ട്രൂപ്പ് സോഷ്യലിൽ ഇൻ്റർനെറ്റ് വാഗ്വാദം, ഒരു കാഷ്വൽ പോസ്റ്റ് മാത്രം. ഇത് സൈനിക നീക്കമല്ല, രാഷ്ട്രീയ നാടകമാണ്. US-ന് എപ്പോഴും തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ അന്തർവാഹിനികളുണ്ടാവും. അത് സാധാരണ പ്രതിരോധ തന്ത്രമാണ്. ട്രംപ് ശരിക്കും വ്ളാഡിമിർ പുടിന് ഒരു സന്ദേശം നൽകുകയാണ്. ട്രംപിൻ്റെ പ്ലാൻ എന്താണ്? ഈ വെള്ളിയാഴ്ച, അതായത് ഓഗസ്റ്റ് 8-ന് ഒരു വെടിനിർത്തൽ കരാർ വേണം. അല്ലെങ്കിൽ റഷ്യയ്ക്കും അവരുമായി വ്യാപാരം ചെയ്യുന്ന രാജ്യങ്ങൾക്കും കടുത്ത ഉപരോധവും തീരുവയും ഏർപ്പെടുത്തും. പക്ഷേ ട്രംപിന് തന്നെ സംശയമാണ്. റഷ്യ ഉപരോധം ഒഴിവാക്കുമോ? ഇല്ലെന്ന് ട്രംപിന് തന്നെ അറിയാം. അവർ തന്ത്രശാലികളാണ്. ട്രംപ് സമ്മതിക്കുന്നുണ്ട്. വെള്ളിയാഴ്ച എന്താവും സംഭവിക്കുക? ഒരു കരാറിലെത്തിയില്ലെങ്കിൽ കൂടുതൽ ഉപരോധങ്ങൾ ഉണ്ടാകുമോ? എന്നാൽ റഷ്യ അതിനെ മറികടക്കുമോ? കാത്തിരുന്ന് കാണുക തന്നെ. ട്രംപിൻ്റെ പ്ലാൻ എന്താണ്? അദ്ദേഹത്തിൻ്റെ മുഖ്യ ചർച്ചക്കാരനായ സ്റ്റീവ് വിറ്റ്കോഫ് മോസ്കോയിലേക്ക് പോകുന്നു. അദ്ദേഹം പുടിനെ കാണും. പക്ഷേ വിറ്റ്കോഫിൻ്റെ ജോലി അത്ര എളുപ്പമല്ല. അദ്ദേഹം റഷ്യയോട് മാത്രമല്ല, ഹമാസ്, ഇസ്രായേൽ, ഇറാൻ എന്നിവരോടും ചർച്ച നടത്തുന്നു. പക്ഷെ ചർച്ചകളൊന്നും ഫലം കാണുന്നില്ല. റഷ്യ ശാന്തമാണ്. ട്രംപിൻ്റെ ആണവ ഭീഷണിയെ അവർ വിമർശിക്കുന്നു. പക്ഷേ ചർച്ചകൾക്കുള്ള വാതിൽ അടച്ചിട്ടില്ല. ആണവ ഭീഷണികളിൽ ജാഗ്രത വേണം. യുക്രൈൻ പ്രശ്നം രാഷ്ട്രീയവും നയതന്ത്രപരവുമായ വഴിയിലൂടെ പരിഹരിക്കണം. റഷ്യ പക്വതയോടെ പറയുന്നത് ഇതാണ്. അതേസമയം റഷ്യ യുക്രൈൻ പോരാട്ടം രൂക്ഷമാകുകയും ചെയ്യുന്നു. വാരാന്ത്യത്തിൽ യുക്രൈൻ റഷ്യയിലേക്ക് ശക്തമായ ഡ്രോണാക്രമണം നടത്തി. റഷ്യയിലെ സോച്ചിയിലെ ഒരു എണ്ണപ്പാടം തീഗോളമായി മാറി. വ്യാഴാഴ്ച റഷ്യ യുക്രൈനിലെ കീവിലും മിഗോലായിലും മിസൈൽ ആക്രമണം നടത്തിയതിനുള്ള മറുപടിയായിരുന്നു ഇത്. കീവിൽ മാത്രം 31 പേർ മരിച്ചു. ഒരു വർഷത്തിനിടെ ഏറ്റവും രക്തരൂഷിതമായ ആക്രമണമാണിത്. റഷ്യ മുന്നേറുകയാണ്. 18 മാസത്തെ പോരാട്ടത്തിന് ശേഷം കിഴക്കൻ നഗരമായ ചാസിവ് യാർ അവർ പിടിച്ചെടുത്തു. ഇതെല്ലാം എങ്ങോട്ടാണ് പോകുന്നത്? ട്രംപ് കാര്യങ്ങൾ വഷളാക്കുകയാണോ? ഒരു പ്ലാൻ ഇല്ലാതെ അദ്ദേഹം ഈ സമാധാന ചർച്ചയ്ക്ക് തുനിയുന്നത് എന്തിനാണ്? ആദ്യം റഷ്യയുമായി ചർച്ച, പിന്നെ യുക്രൈനിലേക്കുള്ള സഹായം നിർത്തി, പിന്നെ വീണ്ടും തുടങ്ങി. 50 ദിവസത്തിനകം യുദ്ധം അവസാനിപ്പിക്കാൻ പറഞ്ഞു. പിന്നെ 10-12 ദിവസമാക്കി. ഇപ്പോൾ ഈ വെള്ളിയാഴ്ച ഒരു അന്ത്യശാസനം. ട്രംപിന് ഈ സംഘർഷത്തെക്കുറിച്ചൊരു ധാരണയുമില്ല. 2 അന്തർവാഹിനികൾ പുടിനെ പേടിപ്പിക്കുമെന്ന് ട്രംപ് കരുതിയോ? ഇല്ല, അത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. പക്ഷേ ഈ അശ്രദ്ധമായ നീക്കങ്ങൾക്കൊരു പ്രശ്നമുണ്ട്. നിയന്ത്രണമില്ലാത്ത ഒരു നേതാവ് വരുത്തി വയ്ക്കുന്ന അപകടം. യൂറോപ്പിലെ ഒരു രാജ്യവും റഷ്യക്കെതിരെ ആണവ അന്തർവാഹിനികൾ വിന്യസിച്ചിട്ടില്ല. മോസ്കോയോട് ആണവ ഭീഷണി ഉയർത്തിയിട്ടില്ല. യുക്രൈനെ പിന്തുണയ്ക്കുമ്പോഴും അവർ ചില അതിരുകൾ പാലിക്കുന്നുണ്ട്. പക്ഷേ ട്രംപിൻ്റെ കാര്യം അങ്ങനെയല്ല. ഒരുപക്ഷെ മടുത്ത് യുക്രൈനെ ഉപേക്ഷിക്കും, അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് റഷ്യയെ ആക്രമിക്കും. ഈ അനിശ്ചിതത്വം ലോകത്തിന് മുഴുവൻ ഒരു വലിയ ഭീഷണിയാണ്.